ദൈവിക ആലോചനകൾ കേട്ടിട്ട്, പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഉള്ളത്തിൽ ചിരിച്ചിട്ടുണ്ടോ? സന്തോഷം കൊണ്ടല്ല, ഇതൊക്കെ നടക്കുമോ എന്നുള്ള നിലയിൽ അത്തരത്തിൽ ചിന്തിച്ച് ചിരിച്ച ആളുകളുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പ സമയങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളിലും എൻ്റെ പിതാവിൻ്റെ സ്റ്റുഡൻസ്, താൻ ഒരു ബൈബിൾ കോളേജിലെ അധ്യാപകനാണ്. അപ്പോൾ തൻ്റെ സ്റ്റുഡൻസ് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കന്ന് 7ഉം 8ഉം വയസ്സൊക്കെ പ്രായമുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയ 10 വയസ്സ്. ആ സമയങ്ങളിൽ അവരിങ്ങനെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാലോചനകൾ ഷെയർ ചെയ്യും. അപ്പൊ എന്നോട് സ്ഥിരമായിട്ട് ആലോചനകൾ പറയാറുണ്ട്. ദൈവം നിന്നെ ഉപയോഗിക്കും, നീ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, നീ വിമാനത്തിൽ കയറും, ഇങ്ങനെ തുടങ്ങി പല പല വിചിത്രമായിട്ടുള്ള ആലോചനകൾ എന്നെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ എനിക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിലെ പ്രധാന കാരണം എനിക്ക് സുവിശേഷ വേലയോട് വലിയ താല്പര്യമില്ലായിരുന്നു. എൻ്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് നിമിത്തം ഉണ്ടായ കുറെ ദുരനുഭവങ്ങൾ എൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആലോചനകൾ കേൾക്കുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനത് കേട്ട് ഉള്ളിൽ ചിരിക്കുമായിരുന്നു. വിമാനം ആകാശത്തൂടെ പറക്കുന്നതല്ലാതെ അടുത്തുപോലും ഞാൻ അന്ന് കണ്ടിട്ടില്ല. ആ സമയത്താണ് വിമാനങ്ങൾ കയറി ഇറങ്ങുമെന്നും വിവിധ ദേശങ്ങളിൽ കടന്നു പോകുമെന്നും ഒക്കെ ആലോചന പറയുന്നത്. സ്വന്തമായിട്ട് ഒരു വാഹനം അന്നില്ല. വീട്ടില് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം. എന്നാൽ ദൈവം അറിയിച്ച ആലോചനകൾ ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാകുന്നതിലും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് അത് കേട്ട് ഞാൻ ഉള്ളിൽ സംശയിച്ച് ചിരിച്ചിട്ടുണ്ട്. പിന്നീട് വേദപുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിരിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് ദൂതന്മാർ മുഖാന്തരം അബ്രഹാമിനോട് അരുളി ചെയ്ത വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച്, ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയെക്കുറിച്ചുള്ള കേൾവി, ആ ദൈവശബ്ദം വീണ്ടും ആവർത്തിച്ച് കേട്ടപ്പോൾ സാറ ചിരിക്കുക. കാരണം ഇനി അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി അത് പൂർത്തീകരിക്കപ്പെടുവാൻ മുമ്പിൽ ഒരു വഴിയുമില്ല. അവര് വൃദ്ധരായി, അവര് വയസ്സ് ചെന്നവരായി, 100 വയസ്സായി. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ തലമുറയെ ലഭിക്കാനാണ്? ആയുസ്സും ആരോഗ്യവും ശരീരത്തിന് കഴിയുന്ന സ്ഥിതിയും ഉള്ളപ്പോൾ അവർക്കുണ്ടായില്ല. പിന്നെ ഇനി എങ്ങനെയാണ് ഈ വൃദ്ധനായ അബ്രഹാമിനും സാറായിക്കും തലമുറയെ ലഭിക്കുന്നത്? അവർ ഉള്ളത്തിൽ സംശയിച്ചു ചിരിച്ചു. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞു, സാറായുടെ അനുഭവം പറഞ്ഞു. ഇതുപോലെ നിങ്ങളും ദൈവത്തിന്റെ ആലോചനകൾ നടക്കുമോ ഇല്ലയോ, അതിനി എങ്ങനെയാണ് സാധിക്കുന്നത്, അതിന് ഇനി വല്ല വഴിയും ഉണ്ടോ എന്നൊക്കെ കണക്കുകൂട്ടി ചിന്തിച്ച് മനസ്സിൽ സംശയിച്ച് ചിരിക്കുന്നവർ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദൈവത്തിന്റെ പദ്ധതികൾക്ക് മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. അബ്രഹാമിന് വിശ്വാസമുണ്ടോ, സാറായിക്ക് വിശ്വാസമുണ്ടോ, അവരുടെ പ്രായം എത്രയായി, അവരുടെ ശരീരത്തിന് അത് കഴിയുമോ എന്നുള്ളതല്ല ദൈവം അറിയിച്ച ആലോചനയുടെ, അല്ലെങ്കിൽ അത് നിവർത്തിക്കപ്പെടുമെന്നുള്ളതിന്റെ തെളിവ്. ദൈവം അത് പറഞ്ഞു, അതാണ് അതിന്റെ തെളിവ്. ദൈവം പറഞ്ഞതുകൊണ്ട് അത് സാധിക്കും. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും. അതിനെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവമാണത് അറിയിച്ചത്. അതുകൊണ്ട് അത് നടക്കാതിരിക്കാൻ വഴിയില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ തലമുറയെ കുറിച്ചിട്ടുള്ള വിഷയമായിരിക്കാം. അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ അവർ അനുഭവിച്ചതുപോലെ തലമുറകളില്ലാത്ത ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങൾക്ക് ചില ഉറപ്പൊക്കെ തന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇന്ന് ഭാരപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, ദൈവം ചെയ്യും. നിങ്ങളുടെ ഭാവി വിഷയത്തെ ഓർത്ത്, നിങ്ങളുടെ മുമ്പോട്ടുള്ള ചുവടുവെപ്പുകളെ ഓർത്ത്, ഈ ചില യാത്രകളെ ഓർത്ത്, ചില പഠനങ്ങളുമായി ബന്ധപ്പെട്ട്
ഇങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചും വ്യാകുലപ്പെട്ടും പലതവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഓർമ്മിപ്പിക്കുകയാണ്, അത് നടക്കും. നീ ഉള്ളുകൊണ്ട് ചിരിച്ചാലും, നീ അതിനെ അവിശ്വസിച്ചാലും, നീ അതിനെ തിരസ്കരിച്ചാലും ദൈവം അത് പറഞ്ഞതുകൊണ്ട് അത് സംഭവിച്ചിരിക്കും. ഇന്ന് ഈ ദൂതനെ നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. നിങ്ങളുടെ ആ വിഷയത്തെ എന്ത് തന്നെയാണെങ്കിലും ഇന്നു പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങ് അത് പറഞ്ഞതുകൊണ്ട് അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസത്തെ അങ്ങ് കണക്കിടരുതേ. ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ മറ്റൊന്നും തടസ്സമല്ല. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒരു ബ്ലെസ്സിങ് ആയിത്തീരുന്നെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റനേകർ ഇതിനാൽ ആശ്വസിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ ദിവസങ്ങളിൽ മെസ്സേജ് കേൾക്കുകയും ബന്ധപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലരുടെ കോള് അധികമായതുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്നാലും നിങ്ങളുടെ വിഷയങ്ങളെ ടെക്സ്റ്റ് ചെയ്തോ വോയിസ് ക്ലിപ്പ് വഴി അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വാക്കുകളെ ചുരുക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.